ഇതെന്താ? തുറന്നു. ജുമാന ബൈ കൃഷ്ണ. ഫസ്റ്റ് കോപ്പിയാ. ആദ്യത്തെ കോപ്പി നിനക്ക് തന്നെ തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ കഥയാ? വായിച്ചു നോക്ക്, അപ്പൊ അറിയാലോ. ഭർത്താവിനെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കോ? അല്ല, പുള്ളി അത്ര സീനാ? ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അവന് നമ്മുടെ കാര്യമൊക്കെ അറിയാം. നിന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ അവനല്ലേ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത്. കൊള്ളാലോ പുള്ളിക്കാരൻ. നിന്റെ ഭാഗ്യം. ഇപ്പൊ നിന്റെ കാര്യം? ഞാൻ ഓക്കെയാണ്. അതല്ല ചോദിച്ചത്, വല്ല പെങ്കൊച്ചിനെയും കണ്ടെത്തിയോന്ന്. ഓ, അത് കണ്ടെത്തിയോന്നൊക്കെ ചോദിച്ചാ കണ്ടെത്തുകയല്ലോ, അതൊക്കെ സംഭവിക്കേണ്ടതല്ലേ. അപ്പൊ ഇതുവരെ സംഭവിച്ചില്ലേ? ശരിക്കും എന്താ നിന്റെ ഉദ്ദേശം? കഴിഞ്ഞ കാലം വെച്ച് ഉള്ള കാലം മൊത്തം സിംഗിളായിട്ട് ജീവിക്കാന്നോ? നീ എന്തോടി പറയുന്നേ? അങ്ങനെ ഇപ്പൊ സിംഗിളാണെന്ന് വെച്ചിട്ട് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സിംഗിളായിട്ടിരിക്കാൻ ഞാൻ നേർച്ച നടന്നിട്ടില്ല. ഒന്നുമില്ലേലും നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ബിരിയാണി കഴിച്ചല്ലേ. ആ നിന്നെ കൊണ്ട് എൻ്റെ കല്യാണ സദ്യ നീ കഴിപ്പിക്കണം. അതാണ് എൻ്റെ മധുരപ്രതികാരവും എൻ്റെ ജീവിത ലക്ഷ്യവും. കൊള്ളാം, നല്ല ജീവിത ലക്ഷ്യം. നിനക്ക് ഒരു മാറ്റവും ഇല്ല, ആ പഴയ മണ്ടൻ തന്നെ. എന്തെന്ന്? ഒന്നുമില്ല. ഹലോ, എടാ ഒരു മിനിറ്റ്. ഞാൻ ഇവിടെ ഉണ്ട്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങ് വന്നോളാം. നീ അവിടെ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ ശരി. എടാ ഞാൻ ഇറങ്ങുവാണ്, അവനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അല്ല വേണം, ഞാൻ കൊണ്ടാക്കാം. അതുവരെ വേണ്ടടാ, ഇവിടെ താഴെ ഇറങ്ങേണ്ട കാര്യമല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. പിന്നെ ബുക്ക് വായിച്ചിട്ട് ഞാൻ പറയാമേ. പിന്നെ ആ റിവെഞ്ചിന്റെ കാര്യം മറക്കണ്ട. ശരിയടാ, എങ്കിൽ പോട്ടെ. ചില കഥകൾ അങ്ങനെയാണ്, ഒരിക്കലും അവസാനിക്കാറില്ല. പല ഭാഗങ്ങളായി, പല അനുഭവങ്ങളായി അവ തുടർന്നുകൊണ്ടേയിരിക്കും, നമ്മുടെ ജീവിതം പോലെ. And it's our story, Jumana, a story that will live forever.